ആഴ്ച മരണകാരണമാകും വിധം പിശാചും മനുഷ്യനും കെട്ടിയ കെട്ടുകളെ യേശു അഴിക്കും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും എന്നെ കേൾക്കുന്ന നിങ്ങളുൾപ്പെടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾക്ക്, ദൈവികമായ വിടുതലുകൾക്ക് കാരണമായി എന്നറിയുന്നതിൽ, കേൾക്കുന്നതിൽ സന്തോഷിക്കുന്നു. ഒപ്പം നല്ല കർത്താവിനെ അളവ് കൂടാതെ സ്തുതിക്കുന്നു. അവൻ്റെ നാമം ഉയരട്ടെ. അവിധത്തിൽ ദൈവികമായൊരു വിടുതൽ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ. ഈ മെസ്സേജിനൊപ്പം നിങ്ങളായിരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പ്രതീക്ഷയോടെ പല മുഖങ്ങളിലേക്കും നോക്കിയിട്ടുണ്ട്, പല വ്യക്തികളിലേക്കും നോക്കിയിട്ടുണ്ട്. അവരുടെ കൈ നീട്ടപ്പെടുന്നതിനും അവരുടെ മുഖത്തിൽ ഒരു ചിരി വരുന്നതിനും ചില വാതിലുകൾ തുറന്നു കിട്ടുന്നതിനും മാനുഷികമായി അല്ലേ. എന്നാൽ ഈ സമയം ദൈവികമായൊരു വിടുതൽ മാത്രം, ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, ദൈവികമായൊരു വിടുതൽ മാത്രം നിങ്ങൾ പ്രതീക്ഷിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നുവെങ്കിൽ അവിധത്തിൽ ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ, മാനുഷികമായി നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ തട്ടുകേടുകൾക്ക് ദൈവികമായ പരിഹാരമുണ്ടാകുവാൻ പതിവ് പോലെ കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് തട്ടുകേടിനാൽ ബാധിക്കപ്പെട്ട നിങ്ങളോട് പറയുവാൻ എന്നോട് പറഞ്ഞ ആലോചന പരിശുദ്ധാത്മാവിനാൽ പ്രവചനദൂതായി നിങ്ങൾക്ക് കൈമാറി. അത് നിങ്ങൾ കേട്ടു. ഓർമ്മയുണ്ടല്ലോ, ഈ ആഴ്ച നമ്മൾ ഒരുമിച്ചായിരുന്നു കർത്താവിൻ്റെ വചനം കേൾക്കുകയും ധ്യാനിക്കുകയും വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മുൻപിലുള്ള ഈ ആഴ്ച മനുഷ്യനും പിശാചും മരണ കാരണമാകും വിധം മരിക്കട്ടെ, ചത്തു തുലയട്ടെ എന്ന് വെച്ച് കെട്ടിയ കെട്ടുകളെ യേശു ഇന്ന് അഴിക്കും. വെറുവാക്കല്ല, വചനം തെളിവാണ്. ആ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 24-ാമത്തെ വാക്യം. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യം ആയിരുന്നു. ദൈവമോ ആരഴിക്കുമെന്നാ പറഞ്ഞേ? ദൈവം മരണപാശങ്ങളെ അഴിക്കും. മരിക്കുവാൻ തക്കവണ്ണം ഉറപ്പിച്ച് കെട്ടിയ കെട്ടുകളെ ഇന്ന് ദൈവം, സഹോദര സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ കേൾക്ക്, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അഴിച്ച് മാറ്റും. മരണത്തിന്, വചനം പറയുന്നു, മരണത്തിന് യേശുവിനെ പിന്നെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. കാരണം ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ മരണപാശങ്ങളെ അഴിച്ചു. ഇനി മരിപ്പിക്കുവാൻ തക്കവണ്ണം നീ ചത്തൊടുങ്ങണം, നീ ആത്മഹത്യ ചെയ്യണം, നീ ഭ്രാന്ത് പിടിച്ച് ഓടിപ്പോകണം. ജീവിച്ചിരിക്കുന്നത് അയ്യോ ഇതിലും ഭേദം നീ മരിച്ചാൽ മതിയായിരുന്നു എന്ന് നിന്റെ പ്രിയപ്പെട്ടവർ പറയണം എന്ന് വച്ച് കെട്ടിയ കെട്ടുകളെ ഇന്ന് ദൈവം അഴിക്കും. പിന്നെ ആ ബന്ധനങ്ങൾക്ക് നിന്നെ ഒതുക്കി കൂട്ടുവാൻ കഴിയത്തേയില്ല. ഇനി അസാധ്യമാണ്. സഹോദര സഹോദരി, ആ തൊഴിലിടത്തിൽ ഇനി നിന്നെ ബന്ധിച്ചൊതുക്കുക അസാധ്യമാണ്. അവർക്ക് ഇനി ഇന്നലകളെ നിന്റെ ജീവിതത്തിൽ ആവർത്തിപ്പിക്കുവാൻ കഴിയത്തേയില്ല. കരയുന്ന ഇന്നലകളെ, നിലവിളിക്കുന്ന ഇന്നലകളെ, ഒതുക്കപ്പെട്ടു പോയ ഇന്നലകളെ പുറത്തു വരുവാൻ, നന്മ പ്രാപിക്കുവാൻ, അനുഗ്രഹമായി സന്തോഷമായി ജീവിക്കുവാൻ അനുവദിക്കാത്ത ആ ഇന്നലകളെ നിന്റെ ജീവിതത്തിൽ ആവർത്തിപ്പിക്കുവാൻ ഇനി അവർക്ക് സാധ്യമല്ല. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, വിശ്വസിക്കുന്ന നിന്റെ ജീവിതത്തിൽ അത് സംഭവിക്കുവാൻ പോകുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ആ ബന്ധനം അഴിയ. വിശ്വസിക്കുന്നവർക്കായി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അവിടെ നീ ആയിരിക്കുന്ന സ്ഥാനത്ത് ബന്ധിച്ചൊതുക്കി ആ ബന്ധനത്തെ മരണകരമായി തീരണമെന്ന് അത് തന്നെ ആവർത്തിച്ചു പറയട്ടെ. ആമേൻ, സ്തോത്രം. നീ ചത്തൊടുങ്ങണം, നീ തിരികെ വരരുത്. സ്തോത്രം. ആമേൻ. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് പലർക്കും അതറിയാം. അവരുടെ ഉള്ളിലിരിപ്പ് എന്താണ്?
ചില പരുഷ വാക്കുകൾ പറയുമ്പോൾ, ചില പരിഹാസത്തിൻ്റെ ശരങ്ങൾ എയ്തു വിടുമ്പോൾ, അതുകൊണ്ട് നിന്റെ ഹൃദയം മുറിഞ്ഞ് പ്രാണൻ പറന്നു പോകുമ്പോൾ നിനക്കറിയാം അവരുടെ ഉദ്ദേശം എന്താണ്. സഹോദരി അല്ലേ? ഭർത്താവ് അങ്ങനെ പറയുമ്പോൾ ആ വാക്കിന് പിന്നിൽ നേരിട്ട് പറയുന്നില്ലെന്നേ ഉള്ളൂ, പോയി ചത്തുകളയടി. സ്തോത്രം. നീ എന്തിനാ ഇങ്ങനെ ഒരുത്തനായിട്ട് ജീവിക്കുന്നേ? നിനക്കെന്തിനാ ഭർത്താവ്? നിനക്കെന്തിനാ ഭാര്യ? നിനക്കെന്തിനാ മക്കൾ? അല്ലേ? നിനക്കെന്തിനാ? പിന്നിൽ ആ അസ്ത്രം വന്ന് കൊള്ളുന്നുണ്ട്. കൊള്ളേണ്ട സ്ഥാനത്ത് തന്നെ അർത്ഥവും മനസ്സിലാകുന്നുണ്ട്. പോയി ചത്ത് കളഞ്ഞൂടെ? ഒരു ബന്ധനം നിന്റെ നന്മയെ ബന്ധിച്ചു, നിന്റെ വരുമാനത്തെ ബന്ധിച്ചു, നിന്റെ ആരോഗ്യത്തെ ബന്ധിച്ചു. ഇപ്പുറത്ത് പോയി ചത്തുകൂടെ? യോബ് കേൾക്കുക, എന്താ? നീ നിന്റെ ദൈവത്തെയും ത്യജിച്ച് കളഞ്ഞിട്ട് പോയി ചാക്. മക്കളില്ല, ബന്ധുക്കളില്ല, സമ്പത്തില്ല, ഒന്നുമില്ല. എല്ലാം ഉണ്ടായിരുന്നപ്പോ അയ്യോ പറയണ്ട, അല്ലേ? എല്ലാം ഉണ്ടായിരുന്നപ്പോ എല്ലാവർക്കും കൊണ്ട് നടക്കാനും സ്തുതി പാടാനും അയ്യോ എന്തൊരു സന്തോഷമായിരുന്നു. അന്ന് കുറച്ചങ്ങ് മതി മറന്നുപോയി. അതുകൊണ്ടാ. ആമേൻ. അങ്ങനെ മതി മറക്കരുതേ. ചിലർ കൊണ്ട് നടക്കുമ്പോൾ ഉയരത്തിലേക്ക് എടുത്തുയർത്തുമ്പോൾ തിരിച്ചറിഞ്ഞോളണം, ആ ഉയരത്തിൽ നിന്ന് അവർ താഴെ ഇടും. ആമേൻ. താഴെ ഇടുവാൻ ആമേൻ വലിയ സമയമൊന്നും വേണ്ട. ഒരു കെട്ട് നിന്റെ ജീവിതത്തിൽ വീണാൽ മതി. നിന്റെ തൊഴിലിൽ, സ്തോത്രം, നിന്റെ വരുമാന മേഖലയിൽ, നിന്റെ ആരോഗ്യത്തിൽ, ആ ബന്ധനത്തെ കർത്താവിൽ അഴിക്കുക. നിന്റെ ആരോഗ്യത്തിന് മേൽ ബന്ധിച്ച, മരണകാരണമാകും വിധം ബന്ധിച്ച രോഗിയാണേ. ആമേൻ. അങ്ങനെയല്ലേ പറയുന്നത്? തീരാരോഗി, മരണം വരെ ഈ രോഗം കാണും എന്ന് ഈ സമയം വരെ നിന്റെ ഉള്ളിലുണ്ട്. എന്നാൽ ഇനി ആ രോഗം, അതെ, നിന്നെ ഭയപ്പെടുത്തുന്ന, നിന്നെ ഭാരപ്പെടുത്തുന്ന, മരണം വരെ നിന്നെ കൊണ്ടുചെന്ന് എത്തിപ്പിച്ച് തൻ്റെ പേരിൽ നിന്നെ അവസാനിപ്പിക്കുവാൻ നിൽക്കുന്ന ആ മരണത്തിന് ഇനി നിന്നെ ബന്ധിക്കുന്നത് അസാധ്യമാണ്. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ആ രോഗത്തിന്റെ ബന്ധനം അഴിയട്ടെ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ കർത്താവ് സൗഖ്യമാക്കിയ വിശ്വാസത്തോടെ ആ രോഗം ബാധിച്ച, മരണകാരണമായ രോഗം ബാധിച്ച ഭാഗങ്ങളിൽ കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് സൗഖ്യമാക്കിയ. താങ്ക് യു ലോർഡ്. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. ആശുപത്രി കൈവിട്ടിരിക്കാം, ഡോക്ടർമാർ മുഖം തിരിച്ചിരിക്കാം, ഇപ്പോൾ അപ്പോയിന്റ്മെന്റ് തരുന്നില്ലായിരിക്കാം. കേൾക്ക്, യേശു നിനക്ക് അപ്പോയിന്റ്മെന്റ് തരിക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ യേശു നിനക്ക് അപ്പോയിന്റ്മെന്റ് തരിക. ആ ബന്ധനം ഇപ്പോൾ അഴിഞ്ഞു മാറുക. ആമേൻ. മരണകാരണമായ ബന്ധനം, മരിക്കണമെന്ന് പറഞ്ഞ്. ആമേൻ. സ്തോത്രം. അവർക്കറിയാം നിന്റെ തലമുറയുടെ ജീവിതത്തിൽ ഒരു തട്ടുകേട് വന്നാൽ നിന്നെ കൊണ്ട് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അത്രമാത്രം നീ കഷ്ടപ്പെട്ടതാ. അപ്പോൾ അവരുടെ ഭാവിക്ക് വിരോധമായി, അവരുടെ വിവാഹം മുടക്കി, അവരുടെ വിദ്യാഭ്യാസത്തെ തകർക്കുവാൻ, അവരുടെ നേരെയാം വണ്ണമുള്ള ജീവിതത്തിന് വെല്ലുവിളി ഉയർത്തുവാൻ തക്കവണ്ണം അവർ പലതും ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നിലെ ഉദ്ദേശം എന്താ? ആമേൻ. നിന്റെ തലമുറകളുടെ തകർച്ച കണ്ട് നീ മരിക്കണം, നീ നശിക്കണം. താങ്ക് യു ലോർഡ്. മരണ കാരണമായി തീരുവാൻ, നിന്റെ മരണത്തിന് കാരണമായി തീരുവാൻ നിന്റെ തലമുറകളുടെ മേൽ കെട്ടിയ കെട്ട്, കേൾക്ക്, അവർക്ക് വിരോധമായല്ല, നിനക്ക് വിരോധമായി. അതുകൊണ്ട് അവരല്ല, നീ ഇന്ന് ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കുമെങ്കിൽ ആ ബന്ധനത്തെ എൻ്റെ യേശു അഴിക്കും. താങ്ക് യു ലോർഡ്. ആ യേശുവിന് വേണ്ടി നിന്റെ ജീവിതത്തെ വച്ചു കൊടുക്കുക. സ്തോത്രം. ആമേൻ. തീരുമാനമെടുക്കുക. യേശുവേ, എൻ്റെ തലമുറ ഇനി എനിക്കുള്ളതല്ല, അങ്ങേക്കുള്ളതാ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ഏൽപ്പിക്കുക. നിന്റെ തലമുറ ഏൽപ്പിക്കുക. ആ മരണ കാരണമാകും വിധം, നിന്റെ മരണ കാരണമാകും വിധം കെട്ടിയ കെട്ട് യേശു പൊട്ടിക്കും. യേശുവിൻ നാമത്തിൽ ആ ബന്ധനം അഴിയുന്ന കൃപയ്ക്ക്. വിദ്യാഭ്യാസത്തിന് മേൽ കെട്ടിയ കെട്ട്, ഭാവിക്ക് മേൽ കെട്ടിയ കെട്ട് കെട്ടിച്ചു വിട്ടു. ഒത്തിരി കഷ്ടപ്പെട്ട് കെട്ടിച്ചു വിട്ടു. എന്നിട്ട് ഒരു ദിവസമെങ്കിലും ആ പെങ്കൊച്ച് അവിടെ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞു, എല്ലാം ഉണ്ട്. നല്ലത് മാത്രമേ മറ്റുള്ളവർക്ക് പറയുവാനുള്ളൂ. നിന്റെ തലമുറയുടെ ഗതി നീ അറിയുന്നുണ്ടോ? ഭ്രാന്തനെ പോലെ. അതെ, ആ ബന്ധനത്തെ യേശു ഇന്ന് അഴിക്കും. ആമേൻ. മരിപ്പിക്കുവാൻ തക്കവണ്ണം ഉയർന്നു നിൽക്കുന്ന ആ ബന്ധനത്തെ കൊന്നു മുടിക്കുവാൻ തക്കവണ്ണം ചത്തു ഒടുങ്ങി പോകട്ടെ. താങ്ക് യു ലോർഡ്. ആ ബിസിനസ് മേഖലയിൽ കെട്ടിയ കെട്ട് യേശു പൊട്ടിക്കും. ആമേൻ. സ്തോത്രം. നിനക്കതൊരു ബിസിനസ് അല്ലായിരിക്കാം. അവൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ,
നിനക്കതൊരു ബിസിനസ് അല്ലായിരിക്കും, ഒരു ചെറിയ ഷോപ്പ്, അല്ലെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലും ഒരു പരിപാടി, ഒരു കച്ചവടം, എന്തെങ്കിലും. പക്ഷേ നീ ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിച്ചേ. ആ പരിപാടി തുടങ്ങിയപ്പോൾ, പ്രാർത്ഥിച്ച് തുടങ്ങിയപ്പോൾ കർത്താവ് നിന്നോട് എന്താ പറഞ്ഞേ? നീ ആയിരിക്കുന്നതുപോലെ ആ ഒരു ചെറിയ, അല്ലെങ്കിൽ നീ ആഗ്രഹിച്ച് തുടങ്ങിയതുപോലെ ആ ചെറിയ, അതാണോ ദൈവം നിന്നോട് പറഞ്ഞത്? അല്ലല്ലോ. നീ ബിസിനസ് ചെയ്യുന്ന ആ ദേശം നിന്നിലൂടെ അറിയപ്പെടുവാൻ, നിന്റെ കുടുംബം നിന്നിലൂടെ അറിയപ്പെടുവാൻ, ആ ബിസിനസ്സിനൊരു വളർച്ച പ്രവചിക്കുന്നത് ഞാനല്ല, പ്രവചിച്ചത് ദൈവമാണ്. അത് ആൾറെഡി സംഭവിച്ചു. നീ അത് കേട്ടതാണ്. ദൈവത്തിൻ്റെ പ്രവചനം നീ കേട്ടതാണ്. ആ ബിസിനസ്സിലൂടെ, ആ സ്ഥാപനത്തിലൂടെ. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, ഇന്നത് ബിസിനസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നീ ചിരിക്കും. ഇന്നതൊരു ചെറിയ സംഭവമായിരിക്കും, ഒരു തട്ടുകട സെറ്റപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പെട്ടിക്കട സെറ്റപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ചെറിയൊരു കടമുറിക്കകത്ത് ചെയ്യുന്ന. എന്നാൽ കേൾക്ക്, ഒരിക്കൽ കൂടി ആ പ്രവചനത്തെ ആവർത്തിച്ച് നിന്നോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിർബന്ധിക്കുക. നീ ആയിരിക്കുന്ന ആ ഒറ്റമുറി കടയുണ്ടല്ലോ, സ്തോത്രം, ആ തട്ടുകടയുണ്ടല്ലോ, ആ ചെറിയ ബിസിനസ്, ഇതുവരെ ഗതി പിടിക്കാത്ത, പച്ച പിടിക്കാത്ത ആ ബിസിനസ്സിലൂടെ ദേശം അറിയപ്പെടുവാൻ പോകുന്നു. ആ ബിസിനസ്സിലൂടെ നിന്റെ കുടുംബത്തെ ദേശം രേഖപ്പെടുത്തുവാൻ പോകുന്നു യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. സ്തോത്രം. അവർ ആയിരിക്കുന്ന സ്തോത്രം, ആ രാജ്യത്തിന്റെ പേരിൽ ദേശത്ത് നീ അറിയപ്പെടുവാൻ പോകുന്നു. ഇപ്പോൾ ഒരുപക്ഷെ നീ ചിന്തിക്കും, ദൈവദാസനെ അതൊരു 10 വർഷത്തിന് മുമ്പായിരുന്നെങ്കിൽ നടന്നേനെ, ഇപ്പോൾ എല്ലാവരും അവിടേക്ക്. സ്തോത്രം. നോ. ആരുണ്ട്, ആര് പോയി, ആര് വന്നു, ഇതൊന്നും ദൈവത്തിൻ്റെ മുൻപിലായിരിക്കുന്ന നീ പരിഗണിക്കേണ്ട കാര്യമില്ല. വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്ന പ്രിയ മാതാവേ, പ്രിയ പിതാവേ, കേൾക്ക്. ആ രാജ്യത്തിൻ്റെ പേരിൽ ആവർത്തിച്ച് പറയട്ടെ, ആ രാജ്യത്തിൻ്റെ പേരിൽ ദേശത്തിൽ നിന്റെ കുടുംബം, നിന്റെ തലമുറ അറിയപ്പെടും. അതുണ്ടാകരുതെന്ന് നിനക്കിപ്പോഴും കുറേവരൊക്കെ പോയി, ഇവനും പോയി, ഇവളും പോയി, രക്ഷപ്പെട്ടാവുണ്ട്. പക്ഷേ അവരെ പ്രാർത്ഥിച്ചയച്ച സമയത്ത് കർത്താവ് എന്താ നിന്നോട് പറഞ്ഞേ? യേശുവിൻ നാമത്തിൽ അതെങ്കിലും ഒന്ന് വിശ്വസിക്കുന്നത്. ഞാൻ പറയുന്നത് നിൽക്കട്ടെ. അവരയച്ച സമയത്ത് നിന്നോട് കർത്താവ് പറഞ്ഞത് അതിനെ കർത്താവ് നിവർത്തിക്കും. അവരെ അവിടെ മാനിക്കും. അത് നിനക്ക് മുമ്പേ തിരിച്ചറിഞ്ഞ പിശാചുണ്ട്. ആ പിശാചിന്റെ ഇഷ്ടം ചെയ്യുന്ന മനുഷ്യരുണ്ട്. അയ്യോ, ഇവർക്കൊക്കെ എന്താ ഇത്ര വിരോധം, എന്താ ഇത്ര വൈരാഗ്യം, അതിന് മാത്രം ഞാനൊന്നും അല്ല. ഭയങ്കര താഴ്മയാണ്. എൻ്റെ പൊന്നെ, നിങ്ങൾ ദൈവമക്കളാണെങ്കിൽ അങ്ങനെ താഴാൻ മാത്രം ഒന്നുമില്ലാത്തവരല്ല നിങ്ങൾ. സ്തോത്രം. കേൾക്ക്. ആമേൻ. നോക്കൂ, ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം ഒന്ന് തൊട്ടു പോകട്ടെ, എങ്കിലും നിങ്ങൾക്ക് കാര്യം മനസ്സിലാവത്തുള്ളൂ. ഈ യോസേഫിനെ സഹോദരന്മാരെടുത്ത് ഒരു പൊട്ടക്കിണറ്റിനകത്തിടുകയാണ്. നിങ്ങൾ അവിടെ വായിച്ചിട്ടുണ്ടോ? യോസേഫ് ഈ സഹോദരന്മാരുടെ മുമ്പിൽ കിടന്ന് കരഞ്ഞവരുടെ കാല് പിടിച്ചെന്ന്. ഇവനെ അവിടെ നിന്ന് വലിച്ചു കയറ്റി മിസ്രയീമിലെ അടിമ വ്യാപാരികൾക്ക് വിറ്റ് കളയുക. അർത്ഥം, മരണത്തെക്കാൾ നരകതുല്യമായ ജീവിതം. സഹോദരി, നീ ആ വീട്ടിനകത്ത് കിടന്ന് പെടുന്ന പാടത് തന്നെ. ഈ അടിമയുടെ പ്രത്യേകത ഉണ്ട്, ഇവന് മരിക്കാൻ പോലും കഴിയത്തില്ല കേട്ടോ. മരിക്കാൻ പറ്റുന്നത് തന്നെ ഒരു സ്വാതന്ത്ര്യമാണ് അന്നത്തെ സംബന്ധിച്ച്. നീ അതിലിപ്പം ചിന്തിക്കുന്നു, ഒന്ന് മരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ആ ചിന്ത അങ്ങ് മാറ്റിക്കള. ആമേൻ. നിന്നെ മരിക്കാൻ ദൈവം സമ്മതിക്കാത്തതേ വഴിയെ പറയാം. ആമേൻ. സ്തോത്രം. അങ്ങനെ നീ മരിച്ചു പോകുവാനുള്ളവളല്ല. കേൾക്ക്. അപ്പോൾ അടിമയായിട്ട് വിൽക്കപ്പെടുക. അപ്പോൾ വേണമെങ്കിൽ യഹൂദേ, എൻ്റെ ചേട്ടാ, എൻ്റെ പൊന്നെ, എന്നെ കൈവിടല്ലേ, ഒരിക്കലത്തേക്ക് എന്നോട് ക്ഷമിക്കും. കാല് പിടിച്ചതായിട്ട് പോത്തിഫറിന്റെ വീട്ടിനകത്ത് പോത്തിഫറിന്റെ ഭർത്താവിൻ്റെ കാല് പിടിച്ചതായിട്ടും, എവിടെയെങ്കിലും യോസേഫ് കാല് പിടിച്ചതായിട്ട് ആമേൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കാല് പിടിക്കത്തില്ല. ആമേൻ. പൊട്ടക്കുഴിയായിരിക്കാം. അടിമ വ്യാപാരികൾക്ക് പിന്നാലെ ബന്ധിക്കപ്പെട്ടവനായി ഒട്ടകത്തിൻ്റെ ചവിട്ടുകൊള്ളാതെ, ചാണകം ചവിട്ടി തെന്നി വീഴാതെ, മുടന്തിയും ഏന്തിയും തുള്ളിയും ഓടിയുമുള്ള യാത്രയായിരിക്കാം. ചെയ്യാത്ത കുറ്റം വിരൽ ചൂണ്ടി ആരോപിച്ച് തന്നെ വ്യഭിചാരിയാക്കി മാറ്റുന്ന
അതേ, ആ കുറ്റപ്പെടുത്തലുകൾക്കും പഴിചാരലുകൾക്കും മുൻപിൽ ആയിരിക്കാം. എങ്കിലും കാല് പിടിക്കുന്ന യോസേഫ് ഇല്ല. കാരണം യോസേഫ് അറിയാം, ഞാൻ ദർശനമുള്ളവനാണ്, ഞാൻ ഇവരുടെ താഴെയല്ല, ഇവരെക്കാൾ ഉയരത്തിലാണ്. ഓ താങ്ക് യു ലോർഡ്. വിശ്വസിക്കുന്ന പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന സഹോദരി സഹോദര, തിരിച്ചറിയ്, നിന്റെ ശത്രു അത് തിരിച്ചറിഞ്ഞു എന്നേ, അവരത് തിരിച്ചറിഞ്ഞു. നീ സ്തോത്രം, ദൈവത്താൽ ഉയർത്തപ്പെടും, നീ ദൈവത്താൽ മാനിക്കപ്പെടും, നിന്റെ തലമുറകൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ടാ, അല്ലാതെ ദേശത്തിൽ വേറെ ആരും MBBS മക്കളെ പഠിപ്പിക്കാത്തതുകൊണ്ടല്ല, എഞ്ചിനീയറിംഗിന് അയക്കാത്തത് കൊണ്ടല്ല, കാനഡയിൽ വിടാത്തത് കൊണ്ടല്ല, യൂറോപ്പിൽ വിടാത്തത് കൊണ്ടല്ല, ഗൾഫിൽ അയക്കാത്തത് കൊണ്ടല്ല, നല്ല വിവാഹം ചെയ്ത് കൊടുക്കാത്തത് കൊണ്ടല്ല, വീട് വയ്ക്കാത്തത് കൊണ്ടല്ല, വാഹനം വാങ്ങാത്തത് കൊണ്ടല്ല. തിരിച്ചറിയ്. ആമേൻ. അവർക്ക് തിരിച്ചറിയാം നീ വേറെ ലെവലാ. കാരണം നീ പ്രാർത്ഥിക്കുന്നവളാ. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. സഹോദരൻ, നീ പ്രാർത്ഥിക്കുന്നവനാ, നീ വേറെ ലെവലാ. അവർക്കറിയാം. അതുകൊണ്ട് പിശാചിനാൽ പിടിക്കപ്പെട്ടവർ ബന്ധിക്കും. ഇന്റൻഷൻ അത്രയേ ഉള്ളൂ. നശിച്ചാലും ചത്താലും കുഴപ്പമില്ല, ഇനി അവളെ കുറിച്ച് കേൾക്കരുത്, ഇനി അവനെ കുറിച്ച്. അതാണ് എവിടെയെങ്കിലും ചത്തുകളാ ഞങ്ങളുടെ കൺമുമ്പിൽ വരരുത്, നിന്നെക്കുറിച്ചൊരു വാക്ക് പോലും ഞങ്ങൾ കേൾക്കരുത്. ഓ സ്തോത്രം. ആമേൻ. അങ്ങനെ ചത്തുകളയാനുള്ളവളാണോ നീ? ആമേൻ. അവർക്കറിയാം നീ അവരുടെ കൺമുമ്പിലുണ്ടെങ്കിൽ നിന്നെ കർത്താവ് മാനിക്കും, നിന്നെ കർത്താവ് ഉയർത്തും. അത് കണ്ട് ലജ്ജിച്ച് തലകുനിക്കേണ്ടി വരും. ആ ഭയമാ നിന്നെ മരണത്തിലേക്ക് അവർ തള്ളിവിടുന്നു. സ്തോത്രം. ഇത് കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ സംശയമുണ്ടാകും. സ്വാഭാവികം. ദൈവദാസനെ, അങ്ങനെ ആരെങ്കിലും വിചാരിച്ചാൽ ഞങ്ങൾ മരിക്കുമോ? അങ്ങനെ ആരെങ്കിലും വിചാരിച്ച് ഞങ്ങളെ മരിപ്പിക്കുവാൻ കഴിയുമോ? മരണകാരണമാകും വിധം ഞങ്ങളെ ബന്ധിക്കുവാൻ കഴിയുമോ? എങ്ങനെ? ഹൗ ഈസ് പോസിബിൾ? മാനുഷികമായി 21-ാം നൂറ്റാണ്ടിൽ, പ്രത്യേകിച്ച് ഇന്ത്യ പോലൊരു രാജ്യത്ത്, പ്രത്യേകിച്ച് കേരളം പോലൊരു സംസ്ഥാനത്ത് ഇറ്റ്സ് ഇമ്പോസിബിൾ. അങ്ങനെ പിടിച്ചു കെട്ടി വെച്ച് കൊല്ലുക, മരണം വരെ കെട്ടി വെക്കുക, ഇറ്റ്സ് ഇമ്പോസിബിൾ. അപ്പോ ഫിസിക്കലായിട്ടല്ല. പിന്നെ ചിന്തയ്ക്കായി വായിച്ച വാക്യത്തിലേക്ക് ഒരിക്കൽ കൂടി തിരികെ വന്നേ. നോക്കൂ, അവിടെ വചനം എന്താ പറയുന്നേ? ദൈവമോ മരണ പാശങ്ങളെ അഴിച്ച് അവനെ ഉയർപ്പിച്ചു. ആരെ? യേശുവിനെ ഉയർപ്പിച്ചു. അപ്പൊ മരിപ്പിക്കത്തക്ക വിധം ബന്ധിക്കപ്പെട്ട ഒരു അനുഭവത്തിലായിരുന്നു. തിരിച്ചറിയുന്നുണ്ടല്ലോ. ആ അനുഭവത്തെക്കുറിച്ച് മരിക്കുന്നതിന് മുമ്പേ യേശു ഇவ்விധത്തിൽ പറഞ്ഞിരുന്നു. എന്താ? ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 53-ാമത്തെ വാക്യം. ഇത് നിങ്ങളുടെ നാഴികയും ഇരുളിന്റെ അധികാരവും. യേശുവിനെ മരണത്തിലേൽപ്പിക്കുവാൻ വേണ്ടി, ബന്ധിക്കുവാൻ വേണ്ടി പിടിക്കുവാൻ പോയ സമയത്ത് യേശു പറയുക, ഇത് നിങ്ങളുടെ ആ ശത്രുക്കളുടെ നാഴിക, അവരുടെ സമയം, ഇരുളിന്റെ അധികാരം, മരിപ്പിക്കുവാൻ തക്കവണ്ണം ബന്ധിക്കുവാൻ ശേഷിയുള്ള ഇരുൾ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശു വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ആമേൻ. ഇരുളിനൊരു അധികാരമുണ്ട്. ഇരുളിന്റെ മറവിൽ ദേശത്തിലെ മന്ത്രവാദികളുടെ മന്ത്രവാദ പുരകളിൽ നിന്നുയരുന്ന പൈശാചിക ശക്തികൾക്ക് ഇനി നിന്നെ ബന്ധിച്ച് മരണത്തിനേൽപ്പിക്കുവാൻ കഴിയത്തില്ലെന്ന് കർത്താവായ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിശ്വസിക്കുന്ന നിന്നോട് പ്രവചിച്ചു പറയുക. സ്തോത്രം. ഇനി ദേശത്തിലെ ഒരു മന്ത്രവാദിയുടെയും നാവിൽ നിന്ന് പുറത്തു വരുന്ന മന്ത്രോച്ചാടനങ്ങൾ കൊണ്ട് നിന്നെയോ നിന്റെ തലമുറകളെയോ ബന്ധിക്കുവാൻ കഴിയത്തില്ല. ആമേൻ. തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതേന്നേ, ആ ഇരുളിനൊരു അധികാരമുണ്ട്. ഇരുളിന്റെ മറവിൽ ഉരുവിടപ്പെടുന്ന മന്ത്രോച്ചാരണങ്ങൾക്ക് ശക്തിയുണ്ട്. ഇത് അവരുടെ നാഴിക. യേശു പറയുക, ഇത് നിന്റെ സമയം, എന്റെ സമയം വരാൻ പോകുന്നു. ഓ താങ്ക് യു ലോർഡ്. നിന്റെ ശത്രുവിന്റെ സമയം കഴിഞ്ഞു. ഇന്ന് നിന്റെ ശത്രുവിന്റെ സമയം, നിന്റെ ശത്രുവിന്റെ സീസൺ അവസാനമാണ്. മുൻപിലുള്ളത് സ്തോത്രം. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി ഉയർപ്പിന്റെ സീസണാ. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, ശത്രുവിന്റെ ആ സീസൺ തീർന്നു. നിന്റെ തലമുറകളെ ബന്ധിച്ചൊതുക്കിയ, നിന്റെ തലമുറകളെ നശിപ്പിച്ച, നിന്റെ തലമുറകളെ കൊള്ളാത്തവരാക്കി തീർത്ത, നിന്റെ തലമുറകളെ പേര് പറയുവാൻ പോലും യോഗ്യതയില്ലാത്തവരാക്കിയ അവരുടെ
ഇരുളിന്റെ അധികാരം കരങ്ങളിൽ എടുത്തവരുടെ നാഴികയ്ക്ക് ഇന്ന് അറുതി വരിക. ഇനി അസാധ്യം. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി വിശ്വാസത്തോടെ പറ, ഇനി അസാധ്യം. പിശാചേ, ഇനി എന്റെ തലമുറയെ ബന്ധിക്കുന്നത് നിനക്ക് അസാധ്യം. ഇനി അവരുടെ വിദ്യാഭ്യാസത്തെ നീ ബന്ധിക്കത്തില്ല. അത് തീർന്നു, ആ സീസൺ തീർന്നു. ഇനി അവളുടെ കുടുംബജീവിതത്തെ നീ ബന്ധിക്കത്തില്ല. ഇനി അവളുടെ ഉദരത്തെ ബന്ധിക്കത്തില്ല. പ്രാർത്ഥിക്കുക, കർത്താവ് ഉദരഫലത്തെ നൽകി മാനിക്കുക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. സാറയുടെ ഗർഭം പോലെ അത് നിർജീവമാണ്. പക്ഷെ കർത്താവ് പറയുന്നു, നിർജീവമായ സാറയുടെ ഗർഭപാത്രത്തിൽ ജീവന്റെ തുടിപ്പുകളെ നൽകിയവൻ, അതെ, അവൻ ഇപ്പോഴും പണി നിർത്തിയിട്ടില്ല, റിട്ടയർ ആയിട്ടില്ല, അവിടെയുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ആ കർത്താവ് നിന്റെ മകളെ തൊടുകയാ, സഹോദരി നിന്നെ തൊടുകയാ. താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. ആമേൻ. ഇനി നിന്റെ ബിസിനസ്സിനെ ബന്ധിക്കത്തില്ല. നീ ആത്മഹത്യ ചെയ്യുവാൻ കടക്കാരനായി തലകുനിഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നയായി അപമാനമായി അയ്യോ, ഇവിടെ നിന്നൊക്കെയാ കുറ്റപ്പെടുത്തൽ, ഇവിടെ നിന്നൊക്കെയാ പരിഹാസം. പ്രാർത്ഥിച്ച് കല്ലിട്ടവർ തന്നെ ഇപ്പം പറയുക, അന്ന് ദൈവാലോചന ഒന്നും ചോദിച്ചില്ലെന്ന്. ഏത് അതങ്ങനെ, അതെ, മനുഷ്യരങ്ങനെ ആയിരിക്കുന്നത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുക. കാരണം അവരുടെ മുമ്പിൽ നിനക്കൊരു ഉയർച്ചയുണ്ട്. നിന്നോടാ ഈ ഭവനത്തിന്റെ പണി തുടങ്ങിയപ്പോഴേ. ആമേൻ. ഇപ്പൊ അതങ്ങനെ അസ്ഥിവാരമായിട്ട് നിൽക്കുക. അങ്ങനെ നിന്നാ മതിയോ? സ്തോത്രം. പകുതി വഴി നിന്നാ മതിയോ? ആ പേസ്മെന്റിൽ നിന്നാ മതിയോ? ആ കാട് പിടിച്ച് കിടക്കുന്ന അവസ്ഥയ്ക്ക് കർത്താവ് മാറ്റം വരുത്തുവാൻ പോകുക. ഇനി ബന്ധിച്ച് അങ്ങനെ ആക്കുവാൻ ആ പിശാചൊരു കാഴ്ച എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എക്സ്പെക്ടേഷൻ മാത്രമാണ്. ആരെ? എൻ്റെ അല്ല, പിശാചിൻ്റെ. അതിനകത്ത് നീ ഇങ്ങനെ കെട്ടി ഞാന്ന് കിടക്കണം. നീ അതൊക്കെ കുറിച്ചാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അത് ജപ്തിയായി പോവുമെങ്കിൽ ഞാൻ അതിനകത്ത് കെട്ടി ഞാന്ന് വെച്ചാകും. ഇത് പിശാചിൻ്റെ എക്സ്പെക്ടേഷനാണ്. അത് നിന്റെ ഉള്ളിൽ അങ്ങ് ഇട്ടു പിശാച് ആദ്യം. ഇനി ദൈവത്തിൻ്റെ എക്സ്പെക്ടേഷൻ ഞാൻ ഇടട്ടെ. ആ വീട്ടിനകത്തെ അതിൻ്റെ മുകളിലത്തെ നിലയിലിരുന്ന് നീ കട്ടൻ ചായയും കപ്പലിൻ്റെയും തിന്നാൻ പോവുക യേശുവിൻ നാമത്തിൽ. ദൂത കട്ടൻ ചായയുടെ സ്ഥാനത്ത് വേണമെങ്കിൽ പാൽ ചായ ആക്കിയോ, കർത്താവ് തരും. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നീ അവിടെ സന്തോഷത്തോടെ പാർക്കും. ആ രാജ്യത്ത് ഇന്നലകളിൽ നിന്നെ ബന്ധിച്ച ആ പിശാചിന് ഇനി നിന്നെ ബന്ധിക്കുവാൻ കഴിയത്തില്ല. അവിടെ പോയി എല്ലാവരും രക്ഷപ്പെട്ടു, ഞാൻ മാത്രം ഇതാ നാട്ടിൽ നിന്ന് കടം വാങ്ങിച്ച് ഇതെന്തൊരു കഷ്ടമാണ് അല്ലേ? ആമേൻ. കെട്ടുതാലി വരെ പണയം വെച്ചിട്ടാണ് കയറ്റി വിട്ടത്. ഇപ്പോൾ നാട്ടുകാരുടെ കെട്ടുതാലി മുഴുവൻ വാങ്ങി പണയം വെച്ചിട്ട് അവൻ അവിടെ നിർത്തിയിരിക്കുന്നത്. ഇങ്ങനെ എന്തിനാ പോയത്? കടം ഭരിക്കാന്. ബന്ധനം. ആ ബന്ധനത്തെ കർത്താവ് അഴിക്കും. ഇനി അസാധ്യം. ആമേൻ. നോക്കൂ, ആ ബന്ധിച്ച് മരണവാശങ്ങളാൽ മരിപ്പിക്കും വിധത്തിൽ ബന്ധിച്ച ആ ബന്ധനം അഴിഞ്ഞപ്പോൾ ഫിലിപ്പിയർക്ക് എഴുതിയ 2:9 പറയുന്നു, ദൈവമോ അവനെ ഏറ്റവും ഉയർത്തി. ആ ഉയർച്ച കണ്ടിട്ടാ ശത്രു ബന്ധിച്ചേ. നിന്റെ തലമുറകളുടെ ഉയർച്ച കണ്ടിട്ടാ, നിന്റെ ശുശ്രൂഷയുടെ ഉയർച്ച കണ്ടിട്ടാ ബന്ധിച്ചത്. അതിന് കൂടെ ഉള്ളവരെ തന്നെ പിശാച് കരങ്ങളിലെടുത്തത്. നീ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയതാ. ആമേൻ. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി, നാട്ടുകാർക്ക് വിടുപണി ചെയ്യാനല്ല. ആമേൻ. അവർ ബന്ധിച്ച അവരുടെ നാഴികയായിരുന്നു, അവരുടെ സമയമായിരുന്നു. അത് തീർന്നു. ഇരുളിന്റെ അധികാരം തീർന്നു. ഇനി പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാ. താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. ഇനി നിന്റെ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാ. ശുശ്രൂഷക പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാ. അടഞ്ഞു നിൽക്കുന്ന വാതിലുകൾ തുറന്നു വരിക. യെസ്, യേശുവിൻ നാമത്തിൽ. നിന്റെ ശുശ്രൂഷയിൽ അടുത്തൊരു ലെവൽ. താങ്ക് യു ലോർഡ്. നോട്ട് ചെയ്ത് വെച്ചോ യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപ. ആമേൻ. ആമേൻ. സ്തോത്രം. അതേനെ ദൈവമോ, അതെ, ആ നാഴികയ്ക്ക് ഒരു അറുതി വരുത്തി. ആമേൻ. ശത്രുവിന്, ഇരുളിന്റെ അധികാരങ്ങളാൽ പിടിക്കപ്പെട്ട ശത്രുവിന് അവിചാരങ്ങളിലൂടെ, ക്ഷുദ്രപ്രയോഗങ്ങളിലൂടെ നിന്നെ ബന്ധിച്ച് ഒതുക്കുവാനും നിന്നെ തകർക്കുവാനും തളർത്തുവാനും കഴിഞ്ഞ അതെ ആ സമയത്തിന് അറുതി വരുത്തി. ആ ബന്ധനത്തെ അഴിച്ച് നിന്നെ എൻ്റെ ദൈവം ഉയർത്തും. താങ്ക് യു ലോർഡ്. ഇനി ഒരു പന്നപിശാചിനും നിന്നെ ബന്ധിക്കുവാൻ കഴിയത്തില്ല. ഇനി ഒരു പന്നപിശാചിനും നിന്റെ കുടുംബ ജീവിതത്തെ ബന്ധിക്കുവാൻ കഴിയത്തില്ല. നിന്റെ തലമുറകളെ, നിന്റെ നന്മകളെ, നിന്റെ ശുശ്രൂഷകളെ. അതേ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ബന്ധനമഴിഞ്ഞ സ്വാതന്ത്ര്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തോടെ
അവകാശമായി പ്രാപിച്ചെടുക്കേണ്ടത് വരുന്ന ഈ പുതുവർഷത്തിൽ പ്രാപിച്ചെടുക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അതിനായി പ്രാർത്ഥനയോടെ പ്രൈസർ ഫാമിലിക്കൊപ്പം വന്നാട്ടെ. ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങളുടെ ശരിയായ പ്രാർത്ഥന പങ്കാളിയായി നിങ്ങൾ തളർന്നു പോകുമ്പോൾ നിങ്ങളെ ശക്തിപ്പെടുത്തുവാൻ, പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ശക്തി എന്തെന്ന് നിങ്ങളിലൂടെ നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന നിങ്ങളുടെ ശത്രുക്കളെ അറിയിക്കുവാൻ, അതെ, നിങ്ങൾ തല ഉയർത്തുമ്പോൾ, സ്വർഗം സന്തോഷിക്കുമ്പോൾ, നിങ്ങളുടെ ശത്രു ലജ്ജിച്ച് തല കുനിക്കുമ്പോൾ അതിനൊപ്പം സർവശക്തിനെ സ്തുതിക്കുവാൻ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം. മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമെങ്കിൽ നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടിവരുത്തുക. ഈ മെസ്സേജുകൾ ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യവും മടിക്കേണ്ട. എല്ലാ വെള്ളിയാഴ്ചകളും പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. പ്രൈസ് ചർച്ച് ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ. ലിങ്ക് അവൈലബിൾ അല്ലാത്തവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക, ജോയിൻ ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക. ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളൊരു അത്ഭുതം കാണും. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്യുക. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഒരു അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ആരാധന മിസ് ചെയ്തായിരുന്നാലും ജോയിൻ ചെയ്യുക. ഇനി കടന്നു വരുവാൻ കഴിയുന്ന ദൂരപരിധിയിലായിരിക്കുന്നവർ കടന്നു വന്ന് ആരാധനയിൽ സംബന്ധിക്കുക. വിടുതൽ നടക്കും. വൈകുന്നേരം 3 മണി മുതൽ നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് MS പ്ലാസ എന്ന ബിൽഡിങ്ങിൻ്റെ താഴെ നമ്മുടെ മീറ്റിംഗ് ഉണ്ട്. അതെ, കടന്നു വന്ന് അനുഗ്രഹം പ്രാപിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് അറിയിക്കുക, അവരെയും കൂട്ടി വരുത്തുക. ഈ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് അനുഗ്രഹമായതുപോലെ വരുന്ന വർഷം നിങ്ങൾക്കും ഒത്തിരി പേർക്ക് അനുഗ്രഹമായി തീരുവാൻ അവസരമുണ്ട്. പ്രോഗ്രാമുകൾ സ്പോൺസർ ചെയ്തുകൊണ്ട് താഴെ കാണുന്ന പ്രൈസർ ഫാമിലിയുടെ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് പ്രോഗ്രാം സ്പോൺസർ ചെയ്യുക. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഈ സമയം ഇവർ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ദിവസങ്ങളിൽ അപ്പാ ഇവരുടെ ജീവിതത്തെ നരകതുല്യമാക്കി മാറ്റിയ, മരണത്തിലേക്ക് ഇവരെ തള്ളിവിട്ട ആ മരണപാശങ്ങളെ അഴിച്ച് ഇവരെ അങ്ങ് ഉയർപ്പിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, ഇനി ഒരു ശത്രുവിനും, അത് മനുഷ്യനാകട്ടെ പിശാചിനാകട്ടെ, ബന്ധിച്ചൊതുക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഇവരെ അങ്ങ് നിലനിർത്തിയാട്ടെ. എല്ലാ നന്മകളാലും ഇവരെ അങ്ങ് അനുഗ്രഹിച്ചാട്ടെ. ഉയർപ്പിൽ സകല നന്മകളും ഇവർ അനുഭവിക്കട്ടെ. ഇവരെ ഭയപ്പെടുത്തിയ, ഭാരപ്പെടുത്തിയ, നിരാശപ്പെടുത്തിയ പിശാചിൻ്റെയും മനുഷ്യരുടെയും പ്രതിസന്ധികളുടെയും സാഹചര്യങ്ങളുടെയും പേര് ഇവരുടെ പേരിനും താഴെയായി മാറട്ടെ. രോഗത്തെ ഇവർക്ക് അങ്ങ് കീഴ്പ്പെടുത്തണമേ യേശുവിൻ നാമത്തിൽ. എല്ലാ രോഗങ്ങളും ഇപ്പോൾ സൗഖ്യമാകട്ടെ. രോഗമുള്ള ഭാഗങ്ങൾ കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം വ്യാപരിക്കുക. ജോലിയില്ലാത്തവർക്ക് വേണ്ടി അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് ഒരു അത്ഭുതം പ്രവർത്തിക്കണമേ യേശുവിൻ നാമത്തിൽ. തൊഴിൽ വഴികൾ തുറന്നു വരട്ടെ. എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. സ്വദേശത്തും വിദേശത്തും ജോലി സംബന്ധമായി ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ തൊഴിൽ പ്രതിസന്ധികൾ മാറിപ്പോട്ടെ. നിയമം മുഖാന്തരം ബാധിക്കപ്പെട്ടായിരിക്കുന്ന നിയമങ്ങളെ സ്വർഗമങ്ങ് മാറ്റി എഴുതണമേ. അപ്പോൾ കഠിനമായ നിയമങ്ങളെ മാറ്റി എഴുതണമേ. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തേ. ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കട്ടെ. സാലറി വർധനവുകൾ ഉണ്ടാകട്ടെ. അപ്പോൾ പ്രമോഷനുകൾ ഉണ്ടാകട്ടെ. മാനിക്കപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. ഓ സ്തോത്രം. ഇവരുടെ ജോലി മുഖാന്തരം ഇവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ വരുമാനം കൊണ്ട് ബാധ്യതകൾ മാറിപ്പോകട്ടെ. എല്ലാ കടഭാരങ്ങളും പലിശക്കടങ്ങളും ജപ്തി നോട്ടീസുകളും മാറിപ്പോകട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. ആ കോടതി കയറി ഇറങ്ങുന്ന അനുഭവങ്ങൾക്ക് ഇപ്പോൾ മുതൽ അറുതി ഉണ്ടാകട്ടെ. ഇനി ആ ബന്ധനമില്ല യേശുവിൻ നാമത്തിൽ. ആമേൻ. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ മാറിപ്പോകട്ടെ. എല്ലാ സംശയരോഗങ്ങളും മാറിപ്പോകട്ടെ. കലഹങ്ങൾ മാറിപ്പോകട്ടെ. ഭവനങ്ങൾ പണിയട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. തലമുറകൾ അവരുടെ വിദ്യാഭ്യാസ ഭാവി അനുഗ്രഹമായി തീരട്ടെ. ഇന്ന് വരെ കണ്ട പ്രതിസന്ധികളില്ലാത്ത സ്വാതന്ത്ര്യത്തെ ഇവർക്ക് അങ്ങ് നൽകിയാട്ടെ. എല്ലാ നന്മകളാലും ഇവരെ അങ്ങ് അനുഗ്രഹിച്ചാട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അടുത്ത ആഴ്ച ഇതേ സമയം ദൈവമനുസരിച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ, അതെ സത്യമാണ്, നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരയ്ക്കും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും
ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.